ബിഗ് ടി വിയിലെ വേണു ബാലകൃഷ്ണൻ പറയുകയാണ്, സ്ത്രീകൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു. ഹിന്ദു സ്ത്രീകൾ മിക്കവാറും പ്രായമായവർക്ക് അവിടെ ക്ഷേത്രത്തിൽ എല്ലാ സൗകര്യവുമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി വരെ പരിപാടികളുണ്ട്. രാവിലെ ചെല്ലുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കിട്ടുന്നു, പ്രഭാത ഭക്ഷണം കിട്ടുന്നു, ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, സദ്യ കിട്ടുന്നു, വൈകിട്ട് ചായയുണ്ട്, രാത്രി അത്താഴമുണ്ട്. ഇങ്ങനെ എല്ലാ അന്നദാനവും പരിപാടികളും ഒക്കെ ഉണ്ട്. അവരെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ക്ഷേത്രങ്ങൾ പരിപാടി. ഇത് ഒരു വിഭാഗം ഒത്തുകൂടുന്നതാണ്. ഇതാണ് വേണു ബാലകൃഷ്ണന്റെ അഭിപ്രായം. അങ്ങനെ വരുന്ന ക്ഷേത്രങ്ങളുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കണം. ഇതെങ്ങനെയാണ് ഇവർക്ക് പണം ലഭിക്കുന്നത്? വേണുവിന് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇരുന്നങ്ങ് ഹിന്ദു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് ഈ ഇസ്ലാമിസ്റ്റിന്റെ മനസ്സിലങ്ങ് വിഷം വമിഞ്ഞ് പൊങ്ങുകയാണ്. സാർ കേട്ടില്ലായിരുന്നോ ആ വീഡിയോ? ഞാനിപ്പോ പ്രിയൻ അയച്ചു തന്ന വീഡിയോ കണ്ടു. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചാനൽ കാണാറില്ല. അത് വന്നു തുടങ്ങിയോ? ചാനൽ വന്നു തുടങ്ങിയോ? ടിവിയിലൊക്കെ വന്നു തുടങ്ങിയോ? ബിഗ് ടി വി. ഓ, ബിഗ് ടി വി. ഓക്കെ ഓക്കെ. വലിയ പരസ്യം എല്ലായിടത്തും കാണുന്നത്. ഇത് ആദ്യമായിട്ട് ചാനലിന്റെ മാനേജിങ് ഡയറക്ടർ ഏതാ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് എറണാകുളത്ത് എല്ലായിടത്തും പരസ്യം വെച്ചിട്ടുണ്ട്. അവര് അനിൽ അയിരൂർ എന്ന് പറഞ്ഞ അയാൾ ടെക്നീഷ്യൻ ആയിരുന്നു. ടെക്നീഷ്യൻ ഇൻ ഏഷ്യാനെറ്റ്. ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വേണു ബാലകൃഷ്ണൻ വാസ് എ ന്യൂസ് റീഡർ. ഈവൻ നൗ ഈസ് എ ന്യൂസ് റീഡർ അല്ലേ? അയാൾ ന്യൂസ് റീഡറാണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതൊരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാണ്ട് ഇതിനെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വേണു ബാലകൃഷ്ണൻ പറയുന്നത് കേരള സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഇയാളെ കുറിച്ചിട്ട് കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിക്കണ്ടായി, ദിലീപിനോട് ഇയാൾ വളരെ മോശമായിട്ടാണ് എന്തോ പെരുമാറും, എന്താ പറ്റുകയും ചെയ്തു പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. അയാളൊരു ന്യൂസ് റീഡറാണ്. ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേറെ അതിന് അപ്പുറത്ത് വേറെ വല്ല ചാനലിൻ്റെ മുതലാളിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇയാളുടെ അമ്മാവൻ ഒരു നക്സലൈറ്റുണ്ടായിരുന്നു, ബാസുരേന്ദ്ര ബാബു. അയാൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കള്ളക്കടത്ത്, സ്വർണം കള്ളക്കടത്തൊന്നും ഒരു കുറ്റമല്ല, അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ അന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ആ ചാനലിൽ ഇരുന്ന് പറയും, ഇയാളെ ദൂരെ അവിടെ അറബിക്കടൽ എവിടെയും കൊണ്ടിട്ട് മുക്കി കൊല്ലുക വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ ഈ പിന്നെ ഇയാളുടെ ജ്യേഷ്ഠൻ ഒരു ചങ്ങാതി, അയാള് എന്താ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്കായിട്ട് മുമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇന്ത്യൻ ഓഷ്യനിലാണ് ചെന്ന് പതിക്കണം മുഴുവൻ, മുമ്പിൽ വിടുന്ന മിസൈൽ മുഴുവൻ. അപ്പം ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്തോ ഒരു ഒബ്സഷനാണ്. കാരണം വേറെ ഒരു കാര്യം സംശയിക്കേണ്ടിയിരിക്കണം, വിദേശത്ത് നിന്നും ഇസ്ലാമിക് തീവ്രവാദ സംഘടനകൾ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അതല്ലാതെ അയാൾക്ക് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഇതിൽ നിന്ന് കിട്ടുന്നു തോന്നുന്നില്ല. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു വേർഷനായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പം ഇതൊരു പുതിയ സംഭവമല്ല. പ്രിയൻ അറിയില്ലേ, CPM-ൻ്റെ ഒരു വലിയ നേതാവുണ്ടല്ലോ, ഒരു യുവസുന്ദരി, നമ്മുടെ ശ്രീമതി PK ശ്രീമതി. അവർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദു വനിതകൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവരുടെ ശരീര പ്രദർശനത്തിന് വേണ്ടിയിട്ടോ എന്തോ ഇതിനു വേണ്ടിയിട്ടാണ്. അവരങ്ങനെ പോകുന്നതായിരിക്കും, അവർ പാർട്ടി ഓഫീസിൽ പോകുന്നത് ആ ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ. ശ്രീമതിയൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരു CPM-ലെ ഗ്ലാമർ ഗേളായിരുന്നു അവർ. ഇപ്പോൾ വയസ്സായിട്ടുണ്ട്, ഇപ്പോൾ വയ്യാണ്ടായിപ്പോൾ. പിന്നെ അത് മാത്രമല്ല, അവർ പീഡനം എത്ര അളക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് യന്ത്രമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ വേറെ ഒന്നുള്ളത്, ഹരീഷ് എന്ന് പറഞ്ഞൊരുത്തൻ ഒരു നോവൽ എഴുതി, മീശ. ഈ ഒരു പർട്ടിക്കുലർ ഭാഗം കൊണ്ട് മാത്രം ആ പുസ്തകം പ്രോമിനൻ്റ് ആയി. അതിൽ സാഹിത്യവും ഇല്ല, സംസ്കാരമില്ല, ഒന്നുമില്ല. ഈ പണ്ടൊക്കെ ഞങ്ങൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിൽ ആദ്യകാലത്തൊക്കെ പഠിക്കുമ്പോൾ ഈ ഹരോൾഡ് റോബിൻസിൻ്റെ പുസ്തകം വായിക്കും പിള്ളേർ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അതിൽ മൊത്തം ശരി അശ്ലീല ഒബ്സീനുണ്ട്, പോർണോഗ്രഫി ഉണ്ട് അതിനകത്ത്. അത് ഓപ്പണായിട്ട് എഴുതണം. അപ്പം അത്രയും ഭാഗം മാർക്ക് ചെയ്തിട്ട് കൂട്ടുകാർ കൊണ്ടുതരും, എടേ ഇത് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഒരു ഭാഗം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അയാൾ പള്ളിയിലുള്ള മറ്റേ കന്യാസ്ത്രീകളെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ ഇസ്ലാം വനിതകളെ കുറിച്ചിട്ടോ എഴുതുമോ? They're all getting money. ഇവർക്ക് മുഴുവനും വിദേശത്ത് നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. അവർക്ക് ആ പൈസ അതിനോട് മേടിക്കുന്നതിന് നന്ദി സൂചകമായിട്ടാണ് ഇപ്പോൾ അമ്പലങ്ങൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അന്നദാനവും, അതുപോലെ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കിട്ടും അവിടെ പോയിട്ടുണ്ടെങ്കിൽ. ഈ നമ്മുടെ തിരുപ്പതി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഊണുണ്ട്. ഉടുപ്പി ക്ഷേത്രത്തിൽ, മൈ ഗോഡ്, അവരിത് ഫീച്ചർ ചെയ്തു ഡിസ്കവറി ചാനലിൽ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക്
അതിശയം തോന്നി. എത്ര മനോഹരമായിട്ടാണ് ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്ത് അവർ വിളമ്പണേന്ന് അറിയാമോ? ഭക്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഭക്ഷണം അന്നദാനം കൊടുക്കുക എന്നുള്ളത്. ഇസ്കോൺ ഇന്ത്യയിലെ ലോകത്താകെ ക്ഷേത്രങ്ങളിൽ 3 നേരവും ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും. അവരുടെ ലോക റെക്കോർഡ് അതെ. അല്ലേ? കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സൗജന്യ ഉച്ചഭക്ഷണം എന്നുള്ള അക്ഷയപത്ര പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇത് കാണുമ്പോൾ പലർക്കും അസൂയുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരിക്കേ ഇയാള്. അല്ല, ഈ വേണു ഒരിക്കലും പക്ഷേ ഈ പള്ളികളിൽ നടക്കുന്ന പരിപാടിയെ പറ്റി പറയില്ല. അല്ല, അത് പിടിച്ചോണ്ട് പോയി മറ്റേ ചെത്തി കളയല്ലേ, അറ്റം ഇതാക്കൂലേ, വേദന വേണു എടുക്കൂലേ. ഇസ്ലാമിനെ പൊതിഞ്ഞും ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തും പിന്തുണച്ചും മാത്രമേ പറയുള്ളൂ. അയാളെ കുറിച്ച് പാകിസ്ഥാനി പത്രം എഴുതിയില്ലേ, പത്താൻകോട്ടിലെ എയർ അറ്റാക്ക് എയർപോർട്ട് ബേസിലേക്ക് ആക്രമണം നടത്തി പാകിസ്ഥാനി ഭീകരർ. അപ്പോൾ അയാൾ പറഞ്ഞിരുന്നു അത്രേ ചാനലിൽ, ഇത് ഇന്ത്യ തന്നെ ചെയ്തതാണെന്ന്. അപ്പോൾ പാകിസ്ഥാൻകാർക്ക് അതൊരു വലിയ സംഭവമായി. വേണു ബാലകൃഷ്ണൻ ഡോണിലും പിന്നെ അതുപോലുള്ള പത്രങ്ങളിലൊക്കെ അയാളെ കുറിച്ച് ഫീച്ചർ ചെയ്തു. ഭയങ്കര പബ്ലിസിറ്റി അല്ലേ. വല്ലാത്തതുകൊണ്ട് ഇന്ത്യക്കെതിരെ പറഞ്ഞപ്പോൾ 4 കാശ് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവും അത്. അല്ലാതെ ഇതൊരു ഡിസ്കഷൻ അയാൾ എന്ത് അർത്ഥത്തിലാണ്, എന്ത് വാർത്തയുടെ പശ്ചാത്തലത്തിലാണത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രത്തിൽ അന്നദാനത്തിനെ കുറിച്ചിട്ട്, അവിടുത്തെ കിച്ചനെ കുറിച്ചിട്ട് ഡിസ്കവറി ചാനലിൽ ആ പ്രോഗ്രാം അവതരിപ്പിച്ച ആരാന്നറിയാമോ? നമ്മുടെ ഒരു മേത്തനല്ലേ എഴുത്തുകാരൻ, സാത്താനിക് വേഴ്സസ് ഒക്കെ എഴുതിയ സൽമാൻ റുഷ്ദി. അയാളുടെ ഭാര്യ, ആദ്യത്തെ രണ്ടാമത്തെ ഭാര്യ, ഇവർക്ക് ഇഷ്ടംപോലെ ഭാര്യമാരാവാമല്ലോ. അപ്പൊ അവരാണ് ആ പ്രോഗ്രാം അവതരിപ്പിച്ചത്. ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് അവര് സൽമാൻ റുഷ്ദിയുടെ ഭാര്യയായിരുന്നു. ഇപ്പൊ വേറെ എവിടെയെങ്കിലും അയക്കാണത്. നമുക്ക് മാത്രമേ യോഗം ഇല്ലാത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഈ വേണുവിനൊക്കെ സുഖവഴിയല്ലേ എന്താ. അപ്പോൾ വേണു ബാലകൃഷ്ണൻ പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകളെ പറ്റി ഒന്നും പറയില്ല. അപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, ഈ ബിഗ് ടി വി തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറയുന്നുണ്ട് SDP മതേതരമാണെന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും വേണു അതിനെ സുജയെ പിടിച്ച് കുടയുന്നുണ്ട്. സുജയെ പിടിച്ച് കുടയുമ്പോൾ വേണു പറയുന്നത് എല്ലാം വ്യക്തമാണ്, ഇതിനപ്പുറം ഒന്നും വേണ്ട, എല്ലാം വ്യക്തമാണ്. കാരണം എങ്ങനെയെങ്കിലും ഈ പറയുന്നതിനെ നിർത്തിക്കുക എന്നുള്ള വ്യഗ്രതയാണ് വേണുവിൻ്റെ വായിൽ നിന്ന് വരുന്നത്. വേണുവിന് ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇസ്ലാമിസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, ഇതെല്ലാം ഈ പറയുന്ന ഞാൻ പറഞ്ഞ ദിവസം 3 പേരുണ്ട്. അബ്ജോദ് വർഗീഷ് ഏഷ്യാനെറ്റിൽ, മീഡിയ വണ്ണിൽ ഇപ്പം കയറിയിരിക്കുന്ന ജിമ്മി ജെയിംസ്, വേണു ബാലകൃഷ്ണൻ, ഇവരൊക്കെ ഒരേ ജനുസാണ്. ആൻറ്റി ഹിന്ദുവാണ്, ആൻറ്റി ഇന്ത്യൻസ് ആണ് അവർ. ഇവരുടെയൊക്കെ മാപ്ര പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഹിന്ദു പ്രൊപ്പഗൻഡ. വേണു ബാലകൃഷ്ണൻ പേരിൽ മാത്രം ഹിന്ദു ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ആൻറ്റി ഹിന്ദു പ്രൊപ്പഗൻഡ നടപ്പിലാക്കുന്ന ഇസ്ലാമിസ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ മുഴുവൻ. ഒരിക്കലും ഈ പറയുന്ന ഹിന്ദു വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ചെന്നു എന്ന് പറയും ഭയങ്കര പ്രശ്നമാണ് പുള്ളിക്ക്. ഈ പറയുന്ന 24 മണിക്കൂറും പള്ളിയിൽ പോകുന്നവരെ കുഴപ്പമില്ല, ഈ ഇസ്ലാമിസ്റ്റ് പദ്ധതികളെ കുഴപ്പമില്ല, ഈ തീർത്ഥാടനങ്ങൾ പോലും വേണു സഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു നാമധാരിയായി ഇരുന്നു കൊണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് വേണു ബാലകൃഷ്ണൻ എന്നുള്ളത് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുന്നു. പൂച്ച വെളിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സാർ വാസ്തവം. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരൊന്നും ന്യൂസ് അവതാരകരോ ന്യൂസ് റീഡേഴ്സോ അല്ല. അവർ വെറും പ്രോപ്പഗാൻഡിസ്റ്റുകളാണെന്ന് മനസ്സിലാക്കണം. വേറൊരു പ്രോപ്പഗാൻഡിസ്റ്റിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രിയ. ഏതോ ഒരു കോട്ടൺ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണുണ്ടായതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ മതേതരത്വം വെളിവാക്കാനും തെളിയിക്കാനും ഒക്കെ ആയിട്ട് ഞാനൊരിക്കൽ പറഞ്ഞില്ലേ, ഈ സർഫ് പൗഡറിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ ഒരുത്തൻ മറ്റവൻ്റെ ഷർട്ടിൽ നോക്കിയിട്ട് പറയാം, അവൻ്റെ ഷർട്ടിന് എൻ്റെ ഷർട്ടിൻ്റെക്കായും വെണ്മ ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കുക, സൂപ്പർ സർഫ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതേപോലെ എങ്ങനെ മതേതരം ആവാം എന്നുള്ളതിൽ ഹിന്ദുക്കളെ തെറി പറയുക, ഹിന്ദുക്കളെ ആക്ഷേപിക്കുക, ആക്ഷേപിക്കുക, അത് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. അല്ലാതെ ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ ലെവലുണ്ട്. ദ വേ ദേ തിങ്ക്, ദ വേ ദേ സ്പീക്ക്, the way they put forward things, ഇതൊന്നും തന്നെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ചർച്ചയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായ ഒരു പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നതല്ല ഇതൊന്നും തന്നെ. എനിക്കതിന് പ്രത്യേകിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വാക്ക് വരില്ല. ഇപ്പോൾ വേണു ബാലകൃഷ്ണനൊക്കെ MA എന്താണ്ടൊക്കെ പാസ്സായിട്ടുള്ള ആളാണ്, മലയാളത്തിൽ വലിയ സാഹിത്യകാരനാന്നൊക്കെയാണ് മൂപ്പര് സ്വയം അവകാശപ്പെടുന്നത്. അത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജവഹർലാൽ നെഹ്റു പണ്ട് പറയില്ലേ, സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് പറയുക. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയം
ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്നെ മലയാളം അറിയാൻ പാടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അയാൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വത്തിനെതിരായിട്ട്, സനാതന ധർമ്മത്തിനെതിരായിട്ടുള്ള, അതാണ് ജവഹർലാൽ നെഹ്റു. അതൊക്കെ ഇവർ അയാളുടെ കൊച്ചുമക്കളായിട്ട് രൂപത്തിൽ വരുന്ന ഇവരൊക്കെ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ക്രൈസ്തവ മതത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? ഈ ക്രൈസ്തവ പള്ളികളിൽ ഇപ്പോൾ സ്ഥിരം പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് പല ചർച്ചസിലും, അത്താഴം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉച്ചയൂണ്, അല്ലെങ്കിൽ ആ ഊണ് ഈ ഊണെന്ന് പറഞ്ഞ് സെൻറ്റ് പീറ്റേഴ്സ് എന്താ ഫീസ്റ്റ്, അതല്ലെങ്കിൽ സെൻറ്റ് മേരീസ് ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഉത്സവം നടക്കാറുണ്ട് പള്ളികളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു വിഷ്വൽ അയച്ചു തന്നിരുന്നു, പൊങ്കാല നടക്കണു തമിഴ്നാട്ടിലൊരു പള്ളിയിൽ. പൊങ്കാല അല്ല സർ, ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു മാറ്റാത്ത ഒരു സാധനമില്ല. ഈ പറയുന്ന എന്താ നമ്മുടെ കൊടിമരം, നിലവിളക്ക്, കൽവിളക്ക്, ഈ പറയുന്ന പൊങ്കാല, ചെണ്ട, പഞ്ചാരി മേളം, ആന പുറത്ത് എഴുന്നള്ളിപ്പ്, ഈ പറയുന്ന അതുപോലെ തന്നെ ദേവിയുടെ, നമ്മുടെ ദേവി പുറത്തെഴുന്നള്ളും, അല്ലെങ്കിൽ ദേവൻ പുറത്തെഴുന്നള്ളും അടുത്ത ക്ഷേത്രത്തിലേക്കായിരിക്കും. ഇപ്പോൾ ആറ്റുകാൽ ദേവി മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അവിടെ വന്ന് സഹോദരനെയാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളതിന് ഇവർക്ക് പ്രദക്ഷിണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയാണ്. ഇപ്പം ഇതൊന്നും ഈ പറയുന്ന ഇംഗ്ലീഷ് നാട്ടിലില്ല. അവിടെ ഒന്നും ഈ പരിപാടിയൊന്നും ഇല്ല. വേറൊരു കാര്യം അറിയോ, നമ്മുടെ MS സുബ്ബലക്ഷ്മി ഈ തിരുപ്പതി ബാലാജിനെ കുറിച്ചിട്ടുള്ള കൗസല്യ സുപ്രഭാതം, അത് വെച്ചിട്ട് യേശു മറിയോ പിന്നെ പത്രോസ് എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്, അറിയില്ലേ? അത് ഇത്തരത്തിലുള്ള പരിപാടികളാണ് തെറ്റ്. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം. പിന്നെ വേറൊരു കൺവെർഷൻ മാഫിയാവാതെ ഇവരൊക്കെ എന്താ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, കൺവേർഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇപ്പോൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ എന്താ അതിനെ പറ്റി പറഞ്ഞു വന്നത്, നമ്മൾ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ, ഓർമ്മയുണ്ടോ? അവരൊരു പുസ്തകം എഴുതിയിരുന്നു, കർത്താവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ്. അതിനകത്ത് ഈ പള്ളിയിൽ അച്ഛന്മാർ, ഈ പള്ളിയിലച്ചന്മാർ ചില സ്കൂളിൻ്റെയൊക്കെ പ്രിൻസിപ്പൾമാരായിട്ടിരിക്കുമ്പോഴും മറ്റേ മഠത്തിൻ്റെയൊക്കെ ചാർജുള്ള എപ്പോഴും സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ, അവരെ ചർച്ചിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു, കോൺവെൻറ്റിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു. അവരനുഭവിച്ച പീഡനമാണ് ഈ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പുതിയ സംഭവമല്ല. അവർ ഒരു ക്രൈസ്തവ സ്കൂളിൽ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ പള്ളിയിൽ അച്ഛൻ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അച്ഛൻ കാണാൻ കൊള്ളാവുന്ന ക്രൈസ്തവ പെൺകുട്ടികളെ വിളിച്ചിട്ട് അവരെ പീഡിപ്പിച്ചിരുന്ന അവർ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാരോട് പറയുമ്പോൾ അതൊന്നും മിണ്ടണ്ടാട്ടോ, അതൊന്നും പുറത്ത് പറയണ്ടാന്നിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സംഭവം മാത്രമല്ല പ്രിയൻ, ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നടക്കും. ഈ പള്ളിയിൽ അച്ഛന്മാരെയും ഈ പറഞ്ഞ പോലെ കാളയെന്നെയും പശുവിൻ്റെയൊക്കെ ഇറച്ചി തിന്ന് എനർജി എവിടെയെങ്കിലും കൊണ്ട് ഇതാക്കണ്ടേ, അവർക്ക് സഹിച്ചിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ ഹിന്ദു സന്യാസിമാർ അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിത ഇതിലൊക്കെ ഒരു സാത്വികതയുണ്ട്. അവർക്ക് അങ്ങനെയുള്ളൊരു ഇതുവല്ല, വളരെ അപൂർവം കഴിക്കുള്ളൂ. വെളുത്തുള്ളി പോലും കഴിക്കില്ല അവർക്ക്. പിന്നെ അപൂർവം ചില വ്യാജ സന്യാസിമാർ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അത് വലുതായിട്ട് ഇത് ചെയ്യുന്നത്. അതുപോലെ ഈ ഉസ്താദുമാര്, നമ്മുടെ ജാമിദ സിസ്റ്ററിന്റെ എന്താ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജാമിദ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞിട്ടില്ല അറിയാൻ പറ്റും. ഇതിനെപ്പറ്റി ഒന്നും ഈ പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണനോ വേണു ബാലകൃഷ്ണനോ ബാക്കി ബാലകൃഷ്ണന്മാരൊന്നും മിണ്ടൂല. അത് മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗീയതയായി പോകും. ഇവർ ഹിന്ദുക്കളെ ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും അടിക്കാമല്ലോ, ദാറ്റ്സ് ഓൾ. ഇത് ഇഗ്നോർ ചെയ്യാന്നുള്ളതാ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ലെറ്റ് ഡോഗ്സ് ബാർക്ക്, ദ കാരവൻ വിൽ ഗോ ഫോർവേഡ്. പക്ഷെ ഒരു കാര്യം ഹൈന്ദവ സഭാ അധ്യക്ഷന്മാരും ഈ ആത്മീയ നേതാക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെപ്പോഴും പറയും നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു മതത്തിനെതിരെയും സനാതന ധർമ്മത്തിനെതിരെയും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് കാക്കന്മാർ മേത്തന്മാർ വന്നിട്ട് ആക്രമിച്ചു, സായിപ്പന്മാർ വന്ന് ആക്രമിച്ചു, എന്നിട്ട് ഇവിടെ നമ്മൾ പിടിച്ചു നിന്നു. ഒരു കാര്യമുണ്ട്, ഒരു കാലത്ത് 80% ഹൈന്ദവരുണ്ടായിരുന്ന ഭാരതത്തിൽ ഇന്നത്തെ ഹൈന്ദവരുടെ എണ്ണം 70%, 72% കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, മതം മാറ്റത്തിന് അവർ പല പുതിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. നമ്മൾ അറിയാത്ത തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇൻഡിവിജ്വലായിട്ടാണ് മതം മാറ്റണത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിലാണ് മതം മാറ്റണത്. ഇപ്പോൾ ഈ കുന്നത്തുനാട് താലൂക്ക് വെള്ളം തെളിച്ച് മൊത്തം ഇത് മുഴുവൻ ക്രൈസ്തവ താലൂക്കാണ്. ആലുവ താലൂക്ക് ക്രൈസ്തവ താലൂക്കായിട്ട് ഡിക്ലെയർ ചെയ്യാണ് അവർ. ദേ ആർ വെരി പവർഫുൾ നൗ.
അവർക്ക് മാത്രം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, കത്തോലിക്കരുടെ രാഷ്ട്രീയ പാർട്ടിയാണത്. പിന്നെ മരുന്നിന് കുറച്ച് യാക്കോബൈറ്റ്സും കാണും അതിനകത്ത്. അവർ മതം മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അവരുടെ നേതാവ് എല്ലാം കെട്ടിലമ്മ മതം മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന സ്ത്രീയാണ്. അവർക്കൊക്കെ ഹിന്ദുക്കളെ തീരെ ഇഷ്ടമല്ല, അവർക്ക് ഭയങ്കര വെറുപ്പാണ് ഹിന്ദുക്കളെ. അപ്പോൾ ഇവരൊക്കെ ഈ കടന്ന് ഹിന്ദുക്കളെ ചീത്ത പറയാൻ എന്തിനാണെന്നറിയാമോ? നമ്മുടെ 3 മുഖ്യമന്ത്രി കുമാരന്മാർ അവർക്ക് ഈ തള്ളേൻ്റെ ഗുഡ് ബുക്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ല സാർ, പക്ഷേ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരുടെ ബാർക്കിംഗ് കുറേ ഉണ്ടല്ലോ. ജിമ്മിമാരും വേണുമാരും അബ്ജോദ് വർഗീയത എന്നൊക്കെ വിളിക്കുന്ന നാട്ടുകാരിപ്പോൾ. അപ്പോൾ ഇവന്മാരെ കിടന്ന് ഈ കുരയ്ക്കുന്നത് അധികകാലം മുന്നോട്ട് പോകാനില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ അധികം കാലം പോകാനില്ലാതെ അടുത്ത ദശാബ്ദത്തോടു കൂടി, അടുത്ത ദശാബ്ദം തികയ്ക്കില്ല, അതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കും. അല്ല, അവരുടെ ശൈലി ഒന്ന് മാറ്റേണ്ടതാണ്. അവരിപ്പോൾ കൈകാര്യം ചെയ്യും. ഈ പറഞ്ഞ 3 പേരും മാധ്യമ പ്രവർത്തകരല്ല. അല്ല, ക്രൈസ്തവ പേരുള്ള 2 പേരും ഇവാഞ്ചലിസ്റ്റുകളാണ്, മതം മാറ്റാൻ നടക്കണതാണ്. അതിൽ ഒരുത്തൻ ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മതം മാറ്റം എന്നിട്ട് ചെയ്തു എന്നൊക്കെയാണ് മഞ്ഞപത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. ഉള്ളതായിരിക്കും മിക്കവാറും, എനിക്കറിയില്ല. പിന്നെ വേണുഗോപാലകൃഷ്ണനാണെങ്കിൽ വേണുബാലകൃഷ്ണനാണെങ്കിൽ വളരെ ധാർമ്മികതയുള്ള ആളാണല്ലോ നമുക്ക്. അല്ല, എന്തായാലും ഇവരെ അധികം വൈകാതെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. നീയൊക്കെ എന്തിനാണ് ടി വിയിൽ കയറിയുന്ന കള്ളം പറയുന്നതെന്ന് ചോദിച്ചു പൊതുജനങ്ങൾ. ഇവർ റോഡിൽ ഇറങ്ങുന്നവരാണല്ലോ. അവിടെ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വായും കൂട്ടിക്കെട്ടി മിണ്ടായിരിക്കേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്നുള്ള അതിനപ്പുറത്ത് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ടെലിവിഷൻ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത് മൊത്തം വിഴുങ്ങുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ പത്രങ്ങളിലുള്ള വിശ്വാസ്യത കുറഞ്ഞു വരികയല്ലേ. ഇപ്പം അതിൻ്റെ കാലത്തൊക്കെ ജേർണലിസ്റ്റുകളൊക്കെ 7 or 8 ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പലപ്പോഴും ഹെഡ്ലൈൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് പേപ്പർ എടുത്ത് നോക്കുന്നത്. നമ്മൾ ലൈബ്രറികളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ആൾക്കാരുടെ പേപ്പർ വായിക്കുന്ന ശീലം എന്തുമാത്രം ഉണ്ടെന്ന്. അതായത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു ലൈബ്രറി ഉണ്ട്. അവിടെ ഉള്ളവരിൽ ഇസ്ലാമിക് തീവ്രവാദികളും അവർ മാത്രമാണ് പത്രം അരിച്ചു പെറുക്കി വായിക്കണം മുഴുവൻ. മാധ്യമവും പിന്നെ സ്വരാജും പിന്നെ സ്വരാജ് അല്ലാത്തതും പിന്നെ വേറെ എന്താ സുപ്രഭാതവും അതും പിന്നെ വേറെ എന്തൊക്കെയോ പത്രങ്ങൾ. സിറാജ്. ഇത് എനിക്ക് വലിയ വിവരമൊന്നുമില്ല പത്രങ്ങളെ കുറിച്ച്. ഇപ്പോൾ വരുന്നു പോണു. അപ്പോൾ അവർ ചെയ്യണത് മുഴുവൻ ഇത് ഹിന്ദുത്വ വിരുദ്ധ ന്യൂസാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലൈൻഡ് ഫോളോവേഴ്സ് ഉണ്ട്. അവർക്ക് ഇതാണ് വേദവാക്യം. അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളിൽ ഈ ഒരു സാഹിബ് 110 ഹോട്ട് ഡോഗ്സിനെ തിന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. അവരങ്ങനെ തന്നെ ഇതായിട്ട് കൊടുക്കും. ഇന്നാളെ ഒരു പത്രത്തിൽ കണ്ടു, ഒരു ഉസ്താദ് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചൊവ്വാഗ്രഹത്തിൽ നിന്നുള്ള എന്തോ ഒരു സൂത്രം കണ്ടുപിടിച്ചു എന്നും പറഞ്ഞാൽ അതിനകത്ത് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറി എന്ന് പറഞ്ഞ്. അപ്പം പണ്ട് വേറൊരു പെണ്ണുണ്ടായിരുന്നില്ലേ കോഴിക്കോട്, മറ്റേ ഐൻസ്റ്റീൻ്റെ തിയറീനെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് റോക്കറ്റ് വിട്ടു അത്രേ നാസയിൽ പോയിട്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയായി. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അവർ എഴുതുന്നതൊക്കെ സാഹിത്യവും മറ്റുള്ളവരൊന്നും സാഹിത്യം അല്ല എഴുതുന്നതെന്നുള്ളതാണ്. ഇതുപോലെ ഇതിനെക്കുറിച്ച് കുറേ അധികം പറയാനുണ്ട്. ഇവരുടെ ഈ വാർത്താവതരണം ഇവർ 3 പേരല്ല, ഇതുപോലെ 10-30 ഉണ്ട്. ഇവരെ ഇതിനു വേണ്ടി അലൗ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇവരെ നിയോഗിച്ചിരിക്കുന്ന ചാനൽ മുതലാളിമാരെ വേണം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം പ്രിയൻ അറിയില്ലേ, ഒരാൾ വ്യാജ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇന്ത്യയിൽ. അതല്ലെങ്കിൽ വ്യാജ വക്കീലാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. വ്യാജ എഞ്ചിനീയർ ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഈ വ്യാജ ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാനായിട്ടുള്ള സംവിധാനം ഇന്ത്യയിലില്ല. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ മൈക്കും പിടിച്ചുകൊണ്ട് നടക്കണവൻ, പേനയും കൊണ്ട് നടക്കണവനൊക്കെ ജേർണലിസ്റ്റാണ് ഇപ്പോൾ. അവർ ചെയ്യുന്ന ജോലി വേറെ പലതും ആണെങ്കിൽ കൂടി. ഇപ്പം കണ്ടില്ല, ഒരു കേരളത്തിലൊരു സിദ്ദിഖ് കാപ്പൻ ഉണ്ട്. അവനെ പറ്റി വെറുതെ എഴുതൂല്ലേ ആൾക്കാർ, ജേർണലിസ്റ്റ് സിദ്ദിഖ് കാപ്പൻ എഴുതുള്ളൂ. എന്താണെന്നറിയാമോ? ആ ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ജേർണലിസ്റ്റുകൾക്ക് പ്രത്യേക അവകാശം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഒരു അവകാശമില്ല ജേർണലിസ്റ്റുകൾക്ക്. യു ആർ ജസ്റ്റ് ലൈക്ക് എനി അതർ സിറ്റിസൺ ഇൻ ദിസ് കൺട്രി.